ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യോ. നമുക്കൊരാൾ 1,00,000 രൂപയുടെ ഒരു കെട്ട് തരികയാണ്, മറ്റൊരാളും നമുക്ക് 1,00,000 രൂപയുടെ ഒരു കെട്ട് തരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 1,00,000 രൂപയുടെ കെട്ടാണ്, അതായത് 2,00,000 രൂപയാണ്. ഇങ്ങനെ ഓരോ ആളുകളും നമുക്ക് 1,00,000 രൂപയുടെ കെട്ടുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ തന്ന് 1 കോടി ആളുകൾ നമുക്ക് 1,00,000 രൂപയുടെ കെട്ട് തരികയാണ്. ഇപ്പം ആകെ നമ്മുടെ കയ്യിലുള്ളത് 1,00,000 കോടി രൂപയാണ്. ഇതിൻ്റെ 2 ഇരട്ടി പണം, അതായത് 2,00,000 കോടി രൂപ 2006 ഒരു മനുഷ്യൻ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ചാരിറ്റിക്ക് വേണ്ടി ദാനം ചെയ്തിരുന്നു. ചെറുപ്പ കാലഘട്ടങ്ങളിൽ ചൂയിങ്കവും കൊക്കക്കോളയുടെ ബോട്ടിലും ന്യൂസ് പേപ്പറും വീടാന്തരം കയറി ഇറങ്ങി മാഗസിനുകളും വിറ്റ 13ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പണത്തിന് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്ത 14ാമത്തെ വയസ്സിൽ 40 ഏക്കർ ഫാം സ്വന്തമായി മേടിച്ച, പിൽക്കാലത്ത് 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും സക്സസ്ഫുൾ ഇൻവെസ്റ്റർ എന്ന ഖ്യാതി കേട്ട ഒറാക്കിൾ ഓഫ് ഒമാഹ എന്നറിയപ്പെടുന്ന 91 വയസ്സുകാരനായ വാറൻ എഡ്വാർഡ് ബഫറ്റിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആകെ ആസ്തി എന്ന് പറയുന്നത് $103 ബില്യൺ അധികമാണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ 1,00,000 കോടിയുടെ 8 ഇരട്ടിയിലധികം, അതായത് 8 ലക്ഷം കോടി രൂപയിലും അധികമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തി. എന്നാലും എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രയും വലിയ പണക്കാരനായി തീർന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും നന്മ ചെയ്യുന്നത്? ഇന്ന് പറയാൻ പോകുന്നത് അതേ വാറൻ ബഫറ്റിൻ്റെ കഥ തന്നെയാണ്. നാം ഓരോരുത്തരും കേട്ടിരിക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ കഥ തന്നെയാണ് പറയുന്നത്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്കും കുട്ടികൾക്കുമെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 1930 ഓഗസ്റ്റ് മാസം 30-ാം തീയതി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒമാഹയിലാണ് വാറൻ ബഫറ്റ് ജനിക്കുന്നത്. അച്ഛനും അമ്മയും സാധാരണക്കാരാണ്. എന്നാലും അച്ഛൻ US സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി ജനിച്ചതും വളർന്നതുമെല്ലാം ഒമാഹയിൽ തന്നെയാണ്. പഠിക്കുന്നത് വാഷിങ്ടണിലാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ ജോലിയെല്ലാം ഈ കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓഹരി വിപണികളെ കുറിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിക്ഷേപത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി അതിൽ ചെറുതായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ 7ാമത്തെ വയസ്സിൽ ഒമാഹയിലെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ നിന്നും ഈ കുട്ടിക്ക് ഒരു പുസ്തകം കിട്ടുകയാണ്. 1000 ways to make $1,000 എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അതായത് $1000 ഉണ്ടാക്കാൻ 1000 വഴികൾ. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഈ പുസ്തകം നല്ല രീതിയിൽ വായിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ വായിച്ച് വിടാറുണ്ട്, പക്ഷെ വായിക്കുന്ന ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പലപ്പോഴും കയറാറില്ല. എന്നാൽ ഈ കുട്ടി ഇത് ഉൾക്കൊണ്ട് വായിക്കുന്നു. ഇതിൻ്റെ പല ആശയങ്ങളും ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറുകയാണ്. ഈ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു: പണക്കാരനാവണമെങ്കിൽ, സമ്പാദിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. 7ാമത്തെ വയസ്സിൽ ഈ കുട്ടിക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ്? ഈ കുട്ടിക്ക് അന്ന് അതിന് പറ്റുന്നില്ല. എന്നാൽ ചെറിയ രീതിയിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി ആ പണം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ഈ കുട്ടി താല്പര്യപ്പെടുകയാണ്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചൂയിങ്കം വിൽക്കാനും, കൊക്കക്കോളയുടെ ബോട്ടിൽസ് വിൽക്കാനും, ന്യൂസ് പേപ്പർ വിൽക്കാനും, അതുപോലെ വീടാന്തരം കയറി ഇറങ്ങി വീക്ക്ലി മാഗസിൻ വിൽക്കാനും ഈ കുട്ടി തയ്യാറാവുകയാണ്. അതുകൂടാതെ മുത്തച്ഛൻ്റെ ഒരു കടയിൽ ജോലിക്ക് നിന്നുകൊണ്ട് ചെറിയ കാശെല്ലാം ഈ കുട്ടി സമ്പാദിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ, അതായത് 10-12 വയസ്സുള്ള സമയത്ത് തന്നെ ചെറിയ രീതിയിൽ ഈ കുട്ടി നിക്ഷേപം നടത്തുകയാണ്. അച്ഛൻ്റെ ബിസിനസ്സിൽ പോലും ഈ കുട്ടി ആ സമയത്ത് നിക്ഷേപം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഈ കുട്ടിയുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. തൻ്റെ കൂട്ടുകാരനുമായിട്ട് ചേർന്ന് ഇവരൊരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ വാങ്ങുകയാണ്. സെക്കൻഡ് ഹാൻഡ് മെഷീൻ എന്ന് പറയുന്നത് പിൻബോൾ മെഷീനാണ്. ചെറിയ രീതിയിലുള്ള ഗെയിം കളിക്കാൻ ആവശ്യമായ ഒരു എക്യുപ്മെൻ്റ് ആണ്. എന്നാൽ ഈ മെഷീൻ വീട്ടിൽ കൊണ്ടുവച്ച് അതിൽ ഗെയിം കളിക്കാനല്ലായിരുന്നു ഈ കുട്ടി താല്പര്യപ്പെട്ടിരുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുകയാണ്. അതായത് ഒമാഹയിലെ തന്നെ ഒരു ബാർബർ ഷോപ്പിലേക്ക് ഈ 2 കൂട്ടുകാരും കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആ കടക്കാരനോട് ഒരു കാര്യം പറയുന്നു: ഒരുപാട് പേര് മുടി വെട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ, അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവും, അവർ കളിച്ചോട്ടെ, കളിക്കുന്നതിന് ഒരു ചെറിയ ഫീസ് ഉണ്ട്, ആ ഫീസ് അടച്ച് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ബാർബർ ഷോപ്പിൻ്റെ ഓണർ വിചാരിച്ചു, ശരിയാണല്ലോ, ലാഭത്തിൻ്റെ വിഹിതമാണ് എനിക്ക് തരേണ്ടത്, എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ആ സമയത്ത് എന്തായാലും ഈ സാധനം ഇവിടെ നിന്നോട്ടെ, 2-3 ആഴ്ച നോക്കാം, ലാഭമില്ലെങ്കിൽ ഇവരോട് ഇത് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയാം. എന്തായാലും ഈ കുട്ടികൾ ഇത് അവിടെ സ്ഥാപിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ വിജയിക്കുകയാണ്. ഇന്നത്തെ പോലെ മൊബൈലൊന്നും നോക്കാനുള്ള സാഹചര്യം ഇല്ല.
അതുകൊണ്ട് മുടി വെട്ടാൻ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ഈ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ബാർബർ ഷോപ്പ് ഉടമയ്ക്കും നല്ല രീതിയിൽ ലാഭം കിട്ടുകയാണ്. അധികം വൈകിയില്ല, 2-3 മാസത്തിനുള്ളിൽ 3 മെഷീനുകൾ സ്വന്തമായി മേടിക്കാനുള്ള പണം ഇവർക്ക് കിട്ടുകയാണ്. അതുപയോഗിച്ച് ഒമാഹയിലെ തന്നെ 3 ബാർബർ ഷോപ്പുകളിൽ ഇവർ പുതിയ മെഷീൻ സ്ഥാപിക്കുകയാണ്. അതിൽ നിന്നും ഇവർക്ക് നല്ല ലാഭം ഉണ്ടാവുന്നുണ്ട്. ഈ ബിസിനസ് മോഡൽ എന്തായാലും വലിയ രീതിയിൽ ഹിറ്റ് ആവുകയാണ്. ഇവർക്ക് വലിയ രീതിയിൽ ഇത് വിൽപ്പന നടത്താനും സാധിക്കുന്നു. അതായത് ഇവരുടെ ഈ ബിസിനസ് ഐഡിയ ഇവർ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ $1200. ഇന്നത്തെ മൂല്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയിൽ 1 ലക്ഷത്തോടടുത്ത ഒരു തുകയാണ്. അത്രയും വലിയ കാശിന് ഒരു ബിസിനസ് ഐഡിയ 12-13 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന സമയത്ത് അവർ വിൽപ്പന നടത്തുന്നു. വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഈ കുട്ടിക്ക് തോന്നുകയാണ്. ഈ കുട്ടി US സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വലിയ രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം വലിയ തുകകളായിരുന്നു. ഈ കുട്ടി ജോലി ചെയ്തുണ്ടാക്കുന്ന തുകകളെല്ലാം അവിടെ നിക്ഷേപം നടത്തുകയാണ്. പക്ഷെ വെറുതെ നിക്ഷേപിക്കല്ല, ഭാവിയെ കൃത്യമായി ഫോർകാസ്റ്റ് ചെയ്ത് ഏതൊക്കെ ബിസിനസ്സാണ് ഭാവിയിൽ വിജയിക്കാൻ പോവുക എന്ന കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ ഈ കുട്ടി നിക്ഷേപം നടത്തുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിഭീമമായ ലാഭമാണ് അന്ന് വാരൻ ബഫറ്റിന് കൊയ്യാൻ സാധിച്ചത്. അങ്ങനെ 13ാമത്തെ വയസ്സിൽ വാരൻ ബഫറ്റ് അമേരിക്കയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണ്. വരുമാനം കൂടിക്കഴിഞ്ഞാൽ ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ടാക്സ് റിട്ടേൺ ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. 13 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. ഈ കുട്ടി വാഷിംഗ്ടണിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ, ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം പോയി അവിടെയുള്ള ഇൻഡെക്സുകളെല്ലാം നോക്കാനും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വീക്ഷിക്കാനും ഈ കുട്ടി തയ്യാറാവുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിസിറ്റ് ചെയ്യാനും ഈ കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഈ കുട്ടി ഒരുപാട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛൻ നടത്തുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ കുട്ടി തയ്യാറാവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ലാഭമെടുത്ത് 14ാമത്തെ വയസ്സിൽ 40 ഏക്കർ ഫാം മേടിക്കുകയാണ്. 14ാമത്തെ വയസ്സിൽ 40 ഏക്കർ ഫാം അമേരിക്കയിൽ ഈ കുട്ടി മേടിക്കുകയാണ്. വാരൻ ബഫറ്റ് എന്തായാലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് വാരൻ ബഫറ്റ് അച്ഛനോട് പറയുന്നത്, അച്ഛാ, ഞാൻ നല്ല രീതിയിൽ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ എനിക്കറിയാം, എന്തിനാണ് കോളേജിൽ പോയി സമയം കളയുന്നത്, ഞാൻ പഠിക്കുന്നില്ല. എന്നാൽ അച്ഛൻ അമ്പിനും വില്ലിനും അടുത്തില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അച്ഛൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം, കോളേജിൽ പോകണം, പഠിക്കണം. വാരൻ ബഫറ്റിന് എന്തായാലും പഠിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ 2 വർഷം പോകുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹം പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്കയിലാണ്. അവിടെ നിന്ന് BSc ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഇദ്ദേഹം ഒരു ഡിഗ്രി സ്വന്തമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ വേണ്ടി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നാൽ ഹാർവാർഡിൽ നിന്ന് ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. ഹാർവാർഡിൽ നിന്ന് റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഇദ്ദേഹം പിന്നീട് പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയയിലാണ്. അവിടെ നിന്ന് MSc എക്കണോമിക്സ് പൂർത്തിയാക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പഠനശേഷം ഇൻവെസ്റ്റ്മെന്റ് സെയിൽസ്മാൻ ആയിട്ടും സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ടും എല്ലാം ഇദ്ദേഹം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഒറാക്കിൾ ഓഫ് ഒമാഹ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട അദ്ദേഹം ദീർഘദർശിയായി കൃത്യമായ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി കോടികൾ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബഫറ്റ് പാർട്ണർഷിപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഈ സമയത്ത് തന്നെ ഇദ്ദേഹം സ്ഥാപിക്കുകയാണ്. 1970കളായ സമയത്ത് ഇദ്ദേഹം വലിയ രീതിയിൽ സമ്പന്നനാവുന്നുണ്ട്. ബാക്ഷെ ഹാത്വേ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒയും ചെയർമാനും എല്ലാമായിട്ട് വാരൻ ബഫറ്റ് മാറുകയാണ്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു വീട് മേടിക്കുകയാണ്. ഈ വീടിൻ്റെ പ്രത്യേകത 5 ബെഡ്റൂം എല്ലാം ഉള്ള, സൗകര്യമെല്ലാം ഉള്ള, സാമാന്യം കുഴപ്പമില്ലാത്തൊരു വീടാണ്. 1960-70കളിലാണ് ഇദ്ദേഹം ഈ വീട് മേടിക്കുന്നത്. ഇദ്ദേഹം പിന്നീട് വളരെ വലിയ കോടീശ്വരനാവുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പണം 1 കോടി ആളുകൾ നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് തരുന്നതിൻ്റെ 10 മടങ്ങ്, ഏതാണ്ട് 8 ഇരട്ടിയിലധികം സമ്പത്തുള്ള ഈ മനുഷ്യൻ ഇപ്പോഴും താമസിക്കുന്നത് അന്ന് മേടിച്ച ഈ വീട്ടിൽ തന്നെയാണ്. ഇദ്ദേഹം ആഡംബരത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ആഡംബരത്തിന് പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ, അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായാലും വളരെ വലിയ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കൃത്യമായ ബിസിനസ് ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്.
പലപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും എല്ലാം ഇദ്ദേഹം ഒരു ഗുരു തുല്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മുകളിൽ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് ലോകത്തെ പല പ്രമുഖരായ ഇൻവെസ്റ്റേഴ്സും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും സക്സസ്ഫുൾ ആയ ഇൻവെസ്റ്റർ എന്നും ഒറാക്കിൾ ഓഫ് ഒമാഹ എന്നും ഇദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. ഒറാക്കിൾ ഓഫ് ഒമാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാഹയിലെ ദീർഘദർശി. പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് വേണ്ടത് അത് തന്നെയാണ്. നമ്മുടെ പണം നമ്മൾ വെറുതെ ലൂസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും അദ്ദേഹം പറയാറുള്ളതാണ്, ദീർഘദർശനത്തോടെ നമ്മൾ എവിടെയാണ് പണം നിക്ഷേപിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവിടെ തന്നെ പണം ഇടണം. അല്ലാതെ പൊട്ടുന്ന ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയി പണം ഇട്ട് കഴിഞ്ഞാൽ ആ പണം അപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. എന്തായാലും ഇദ്ദേഹം പറയുന്നത് വെച്ചും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മനസ്സിലാവാത്ത ഒരു സാധനത്തിൽ നമ്മൾ പണം ഇടാൻ പാടില്ല. നമ്മൾക്ക് കൃത്യമായി മനസ്സിലാവുന്ന ബിസിനസ്സുകൾ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം അത് മനസ്സിലാക്കി അതിൽ പണം നിക്ഷേപിക്കുക. അത് ബുദ്ധിയുള്ള ഒരു കാര്യമാണ്. ഒരു ചായക്കട ഒരു പ്രത്യേക സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുകയോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്നാൽ മാത്രമേ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പണം എല്ലാം നഷ്ടപ്പെടുന്നതാണ്. എന്തായാലും വാറൻ ബഫറ്റ് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ വന്നു നിറയുന്നത് കോടാനുകോടികളായിരുന്നു. 2008 ആയ സമയത്ത് അതുവരെ ഫോബ്സ് മാഗസിൻ്റെ പട്ടികയിൽ 13 തവണ 1-ാം സ്ഥാനക്കാരനായി നിലനിന്നിരുന്ന സാക്ഷാൽ ബിൽ ഗേറ്റ്സിനെ പിന്തള്ളി 2008 ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഇതേ വാറൻ ബഫറ്റ് മാറുകയാണ്. ശ്രദ്ധിക്കണം, ചെറുപ്പത്തിൽ കൊക്കക്കോള ബോട്ടിലുകൾ വിറ്റ, ചൂയിങ്കം വിറ്റ, വീട് വീടാന്തരം കയറിയിറങ്ങി വീക്കിലി മാഗസിനുകൾ വിറ്റ, ന്യൂസ് പേപ്പർ വിറ്റ ആ ചെറിയ കുട്ടി ഒരുപാട് വളർന്നിരിക്കുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കോടീശ്വരനായി അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ആ ആഡംബരത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നതിനുണ്ട്. ഒരുപാട് പണമൊന്നും അദ്ദേഹം വെറുതെ ചിലവഴിക്കുന്നതല്ല. കൃത്യമായ ചാരിറ്റി തന്നെ അദ്ദേഹം പലപ്പോഴും ചെയ്യാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനി നടത്തുന്ന ചാരിറ്റിയുടെ 83% ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹം കൊടുത്തിരുന്നു. ആ തുക എന്ന് പറയുന്നത് $30 ബില്യൺ അധികമായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 1 കോടി പേർ 1 ലക്ഷം രൂപ വെച്ച് നമുക്ക് തരുന്നതിൻ്റെ 2 ഇരട്ടിയിലധികം പണം അദ്ദേഹം സാധാരണക്കാരന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തിരുന്നു. ലോക ചരിത്രം അന്നോളം കണ്ട ഏറ്റവും വലിയ ദാനം തന്നെയായിരുന്നു അന്നത്തെ സമയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ 2006 ഇത് നടന്നത്. ഈ സമയത്ത് തന്നെ ബിൽ ഗേറ്റ്സ് വളരെ വലിയ രീതിയിൽ ഇതിനെ പ്രശംസിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പം പ്രായം 91 വയസ്സിലും അധികമാണ്. ഇപ്പോഴും ആഡംബരത്തോട് ഒരുപാട് താല്പര്യം കാണിക്കാതെ ജനസേവനത്തിന് കൂടുതൽ സമയം ചിലവഴിക്കാനും പണം ചിലവഴിക്കാനും അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വാറൻ ബഫറ്റിൻ്റെ ചുരുക്കിയ കഥ മാത്രമാണ്. വളരെ ചെറുതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഒരുപാട് നേരം ഒരുപാട് കാര്യങ്ങൾ വായിച്ചാൽ മാത്രമേ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എടുത്ത് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുരുക്കി പറയാന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.